നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് അങ്ങനെ കാണാനൊക്കെ പറ്റുമോ? അത് കുറച്ച് ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള അവസ്ഥയല്ല. പോസിറ്റീവായിട്ട് എപ്പോഴും കാണാൻ പറ്റില്ല. കാരണം നമ്മൾ മനുഷ്യന്മാരല്ലേ, പല പല വികാരങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. എപ്പോഴും സന്തോഷിച്ചിരിക്കാനും പറ്റില്ല. കാരണം എപ്പോഴും ഹാപ്പി ആവാന്നൊക്കെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കുക, അത് തന്നെ ടോക്സിക് പോസിറ്റിവിറ്റി ആണ്. അപ്പൊ നമ്മൾക്ക് നാച്ചുറലി വരുന്ന ഇമോഷൻസ് നമുക്ക് പ്രോസസ് ചെയ്യാനുള്ള കഴിവ് വേണം. അതായത് ഇപ്പൊ നിങ്ങൾ കരയുകയാണെങ്കിൽ എക്സ്ട്രീം കരയണം. കരയുന്നതിൽ നിങ്ങൾ എൻജോയ്മെന്റ് കണ്ടെത്തണം. അതായത് പ്രസന്റിൽ നിങ്ങൾക്ക് കരയാൻ പറ്റണം. ഇപ്പൊ നിങ്ങൾ സന്തോഷിക്കുകയാണെങ്കിൽ എക്സ്ട്രീം സെലിബ്രേറ്റ് ചെയ്യുക. അത് ഇപ്പൊ നിങ്ങൾക്ക് ദേഷ്യമാണെങ്കിൽ ആ ദേഷ്യം നിങ്ങൾ കളയുക. ഇപ്പൊ എന്റെ ക്ലാസ്സിലൊക്കെ ഒരു സെഗ്മെന്റ് ഉണ്ട് ദേഷ്യം കളയാന്നുള്ളത്. അതായത് റിലീസ് ചെയ്യാം, പില്ലോ എടുത്തിട്ട് ഇടിക്കാം, സ്ക്രീം ചെയ്യാം. കുറെ ഫ്രസ്ട്രേഷൻ നമ്മളെ ഉള്ളിലില്ലേ ചൈൽഡ്ഹുഡ് തൊട്ട്, കുറെ ആളോടുള്ള ദേഷ്യം, നമ്മളോട് തന്നെയുള്ള ദേഷ്യം. ആ ഫ്രസ്ട്രേഷൻ ഒന്നും നമുക്ക് റിലീസ് ചെയ്യാൻ ഒരു സ്പേസ് ഇല്ല, വീട്ടിൽ ചെയ്യാൻ പറ്റില്ല. ചിലപ്പം ഇതൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റോങ് പ്ലേസിലായിരിക്കും. ചിലപ്പം പാർട്ട്ണറിന്റെ അടുത്തായിരിക്കും, ചിലപ്പം പാവം മദറിന്റെ ഫാദറിന്റെ അടുത്തായിരിക്കാം, ചിലപ്പം വർക്കിംഗ് പ്ലേസിലായിരിക്കും. അപ്പം ഒരു മനുഷ്യന് ദേഷ്യം പ്രോസസ് ചെയ്യണം. ആ ദേഷ്യം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് എല്ലാവരുടെ ഉള്ളിലുണ്ട്. ആർക്കും ദേഷ്യമില്ലാത്ത ഒരു മനുഷ്യനില്ല. ചില ആളുകൾ അത് സപ്രസ് ചെയ്തിട്ട് പുറത്ത് ചിരിക്കുന്നു. ഈ ദേഷ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഇപ്പൊ നമ്മൾക്ക് എല്ലാ സ്ഥലത്തും എല്ലാ ആളുകളുടെ ദേഷ്യം കാണിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ചൈൽഡ്ഹുഡിൽ നമ്മളോട് തെറ്റ് ചെയ്ത ഒരാളെ ചിലപ്പോൾ നമുക്ക് ഇനിയിപ്പോ ജീവിതത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല നമ്മുടെ അടുത്തേക്ക്. അപ്പൊ ആ ദേഷ്യം അയാളോട് തന്നെ കാണിച്ചാലല്ലേ ആ ദേഷ്യം തീരുള്ളൂ. അതിനെങ്ങനെയാ അതിനെ മാറ്റുക? അത് ചൈൽഡ് പെർസ്പെക്റ്റീവ്, നമ്മളെ ചൈൽഡിഷ് ആയിട്ട് തിങ്ക് ചെയ്യുമ്പോഴല്ലേ ആ ഒരാളോട് തന്നെ. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ആ ഒരാള് നമ്മളോട് ദേഷ്യം കാണിച്ചെന്ന് വിചാരിച്ചിട്ട് ആ ദേഷ്യം ഇത്രയും കൊല്ലം കൊണ്ട് നടക്കേണ്ട ആവശ്യം നമുക്കില്ല. അത് നമ്മുടെ ഓപ്ഷനാണ്. ഉള്ളിലേക്ക് എടുക്കാം അല്ലെങ്കിൽ എടുക്കണ്ട എന്നുള്ളത് നമ്മുടെ ഓപ്ഷനാണ്. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് എടുത്തോണ്ട് നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് തന്നെ അത്. അപ്പൊ അത് അയാളോട് അല്ല തീർക്കേണ്ടത്, നമ്മൾ തന്നെ അത് പ്രോസസ് ചെയ്യുക, തീർക്കുക. നമ്മൾ ആനിമൽ സൈഡ് പീൽ ഓഫ് ചെയ്ത് കളയാന്നുള്ളതാണ്. അപ്പോ അതിനുള്ള ടെക്നിക്കുകൾ ഉണ്ട്, അതിനുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾ കാണുന്ന ഇങ്ങനെയുള്ള മെഡിറ്റേഷൻ അല്ല, ബോഡി നമ്മൾ സൊമാറ്റിക് പ്രാക്ടീസസ് ഒരുപാടുണ്ട്. ബോഡി ആക്റ്റീവ് മെഡിറ്റേഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾ എന്താണ് ജിമ്മിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നതിനേക്കാൾ 100 times പവർഫുൾ. നിങ്ങൾ ഭയങ്കര ടയേർഡ് ആവും അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. ചിലപ്പം അത് ചെയ്ത് കഴിയുമ്പോൾ വോമിറ്റിംഗ് വരുന്ന ആളുകളുണ്ട്, ബോഡി വയ്യാണ്ടാവുന്ന ആളുകളുണ്ട്. അത് അത്രയും റിലീസിങ് നടക്കും. പാനിക് ആവുന്ന ഫെയിന്റ് ആവുന്ന ആളുകളുണ്ട്. എന്റെ ക്ലാസ്സിൽ ഞാനിത് ചെയ്യിച്ചപ്പോ ഒരാൾക്ക് 2 days കണ്ടിന്യൂസ് വോമിറ്റിംഗ് ആയിരുന്നു, BP ഡൗൺ ആയി. പക്ഷെ അത് റിക്കവർ ആവും. അത് നമ്മളെ ഉള്ളിലുള്ള കുറെ നെഗറ്റീവ് എനർജി പോകുന്നതാ. പക്ഷെ ഇത് എത്ര ആളിത് ട്രോളും അല്ലെ എത്ര ആളിത് വിശ്വസിക്കുന്ന എനിക്കറിയില്ല. നടന്ന കാര്യം, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ മെഡിറ്റേഷനെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിന്മുദ്രയൊക്കെ പിടിച്ച് മരത്തിനടിയിലിരിക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞല്ലോ. പല ആളുകൾ പല രീതിയിലൊക്കെ മെഡിറ്റേഷൻ പറയുന്നുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് നന്നായി ഡ്രൈവ് ചെയ്യുന്നത് ഒരു മെഡിറ്റേഷനാണ്, നന്നായി സ്വിം ചെയ്യുന്നത് ഒരു മെഡിറ്റേഷനാണ്. അങ്ങനെ പല അർത്ഥത്തിലുള്ള ആളുകൾ മെഡിറ്റേഷനെ പറയുന്നുണ്ട്. ഈ മാർഷൽ ആർട്സിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു മെഡിറ്റേഷൻ ആണ്. ശരിക്കും എന്താ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്? അതിനെപ്പറ്റി എന്താണ് ഡോക്ടർ മനസ്സിലാക്കിയിട്ടുള്ളത്? മെഡിറ്റേഷൻ 2 ടൈപ്പ് ഉണ്ട്. ആക്റ്റീവ് മെഡിറ്റേഷൻ ഉണ്ട്, പാസീവ് മെഡിറ്റേഷൻ ഉണ്ട്. പാസീവ് മെഡിറ്റേഷൻ എന്ന് പറയുന്നതാണ് ഈ ചിന്മുദ്രയിൽ നമ്മളിലേക്ക് പോയി ഒരു 5 minute നമ്മൾ എന്താണ് സൈലൻസിൽ ഇരുന്നിട്ട് തോട്ട്സിനെ, അതായത് ഓരോ തോട്ടും ഒബ്സർവ് ചെയ്ത് ഒരു തോട്ട് കഴിഞ്ഞ് അടുത്ത തോട്ടിലേക്കുള്ള ആ ഒരു ഗ്യാപ്പ്, അത് ഒരു മെഡിറ്റേഷൻ ആയിട്ട് പറയും. പിന്നെ പണ്ടുള്ളവരൊക്കെ തുടർന്ന് വന്നത് ആ മെഡിറ്റേഷൻ ആയിരിക്കാം. ആക്റ്റീവ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പം വീട് ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. അതായത് ഇപ്പം നമ്മളുടെ എല്ലാ സെൻസും ആക്റ്റീവ് ആയിട്ടിരിക്കുക. അതായത് വിഷ്വലി നമ്മളത് കാണുക, ഓഡിറ്ററി കേൾക്കുക, ആ സ്മെല്ല് സെൻസ് ചെയ്യുക, ടച്ച് ഫീൽ ചെയ്യുക, ഗ്രൗണ്ടിങ് ടെക്നിക്ക്. അതാണ് എന്താണ് ആക്റ്റീവ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളത് ഒരു കാര്യം ചെയ്തുകൊണ്ട് അതിൽ നമ്മൾ എല്ലാ സെൻസും ഇൻവോൾവ് ചെയ്ത് കംപ്ലീറ്റ് അറ്റൻഷനും ഫോക്കസും അതിൽ കൊടുത്ത് ചെയ്യുന്നതാണ് ആക്റ്റീവ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതിപ്പോ എനിക്ക് വിഷ്ണുവിനോട് സംസാരിച്ചുകൊണ്ടും മെഡിറ്റേഷനിലോട്ട് പോകും. ലൈക്ക് വിഷ്ണുവിനെ ഒബ്സർവ് ചെയ്ത് വോയിസ് കേട്ട് അത്രയും ഈ ഒരു കോൺവെർസേഷനിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യാം. കൂടുതൽ എഫക്റ്റീവ് അങ്ങനെ പറയാൻ പറ്റുമോ?
ഇല്ല, രണ്ടും നമ്മളെ ഫോക്കസ് കൂട്ടുന്ന കാര്യമാണ്. ഇപ്പൊ ആക്റ്റീവ് മെഡിറ്റേഷൻ ചെയ്യാൻ നല്ല കറേജ് വേണം. അതായത് ഇപ്പൊ അത്രയും ഫോക്കസ്ഡ് ആയ ഒരാൾക്ക് മാത്രമേ ആക്റ്റീവ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ 10 വർഷം കഴിഞ്ഞ ഒരു ഇൻസിഡന്റ് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അത് ആക്റ്റീവ് മെഡിറ്റേഷൻ അല്ല, പാസ്റ്റിലാണ്. ബോഡി സ്റ്റിൽ പാസ്റ്റിൽ തന്നെയാണ്, പാസ്റ്റ് ഇവന്റിലാണ് ഉള്ളത്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇവന്റിലാണ് ഉള്ളത്. അപ്പം പ്രസന്റിൽ നിന്നുകൊണ്ട് ഈ മൊമെന്റ് നിങ്ങൾക്ക് അവിടെയാണ് നിങ്ങളെ ലൈഫ് ഫോഴ്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫ് ഫോഴ്സ് എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ ലൈഫ് ഫോഴ്സ് നിങ്ങൾ പാസ്റ്റിലെ ഇവന്റ് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ അത് മെഡിറ്റേഷൻ അല്ല. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആളുകൾ റീലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ മാനിഫെസ്റ്റേഷൻ. അപ്പോ ഈ ജെൻസി കുട്ടികളൊക്കെ മാനിഫെസ്റ്റേഷന്റെ പിറകിലാണെന്ന് ആളുകൾ പറയുന്നത്. ജെൻസി ജെൻ ആൽഫ കുട്ടികളൊക്കെ അവരിങ്ങനെ പിടിച്ചിട്ട് ഗുഡ് തോട്ട്സിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 11/11 വരുമ്പോ അവർ വലിയൊരു വിഷ് വെച്ചിട്ട് അവർ വൈബ് മാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ടിട്ടുള്ള നെഗറ്റീവ് വൈബ് ആയതുകൊണ്ട് മൂഡ് ശരിയല്ല. അങ്ങനെ അവരുടെ ചിന്തകളൊക്കെ കുറച്ചുകൂടി നമ്മൾ കാണുന്ന രീതിയിലല്ല. അത് മോശമാണെന്നോ നല്ലതാണെന്നോ കമന്റ് ചെയ്യാൻ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു അവസരത്തിൽ പറ്റൂല. ശരിക്കും മാനിഫെസ്റ്റേഷനിൽ കഥയുണ്ടോ? മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞതാണ്. മാനിഫെസ്റ്റേഷൻ ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ്ലി നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മണി ലോസോ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസോ വരുന്നുണ്ട്, അതും മാനിഫെസ്റ്റേഷൻ ആണ്. പക്ഷെ നെഗറ്റീവ് കാര്യം വരുമ്പോൾ ആളുകൾ കർമ്മ എന്ന് പറയും, പോസിറ്റീവ് കാര്യം വരുമ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നു. രണ്ടും നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, അതുപോലെ ഇമോഷൻസ്, ബിലീഫ്, ആക്ഷന്റെ റിസൾട്ടാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ തോട്ട്സ്, ഫീലിങ്സ്, ബിലീഫ്, ആക്ഷൻ അലൈൻമെന്റിൽ എപ്പോഴാണോ എത്തുന്നത് അപ്പോഴാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. അല്ലാതെ നിങ്ങൾ രാവിലെ അഫർമേഷൻ പറയുന്നു എന്നിട്ട് മിററിൽ നോക്കി ഐ ആം ബ്യൂട്ടിഫുൾ ആൻഡ് സക്സസ്ഫുൾ എന്ന് പറയാണ്, ആ ഒരു ഡേ മൊത്തം നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുകയാണ്, ഫ്യൂച്ചറിനെ പറ്റി നിങ്ങൾ ബാഡ് ആയിട്ട് തിങ്ക് ചെയ്യാണ്. അപ്പൊ പിന്നെ നിങ്ങൾ ഒരു ആക്ഷനും എടുക്കുന്നില്ല, അതും ചിന്തിച്ച് സോഫയിൽ കിടന്നുറങ്ങാണ്. മാനിഫെസ്റ്റേഷൻ നടക്കില്ല. ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടാവാം, ആ ഓപ്പർച്യൂണിറ്റിക്ക് നമ്മൾ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കാതെ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. അതായത് വെറുതെ ഞാൻ നാളെ ബിൽ ഗേറ്റ്സിനേക്കാൾ 1 രൂപ സമ്പാദിക്കുന്നതുകൊണ്ട് വെറുതെ വീട്ടിലിരുന്നുകൊണ്ട് അത് വർക്ക് ആവണം, പണിയെടുക്കണം. പക്ഷെ ഇപ്പൊ പലപ്പോഴും പല ആളുകളും കൊടുക്കുന്ന അഡ്വൈസിൽ അങ്ങനെ പണിയെടുക്കുന്നതിനെ പറ്റി അങ്ങനെ ആളുകൾ സ്പെസിഫൈ ചെയ്ത് പറയാറില്ല. മാനിഫെസ്റ്റ് ചെയ്യണം, അത് വെച്ച് മെഡിറ്റേറ്റ് ചെയ്യണം, അത് പുസ്തകത്തിൽ എഴുതണം. ആക്ഷൻ എടുക്കാന്ന് പറയുന്നത് ഇപ്പൊ ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി വരുമ്പോ അത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുകയാണെങ്കിൽ ആ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾ റിജക്ട് ചെയ്യാണ്. അപ്പൊ റൈറ്റ് ടൈമിൽ ടൈമും എല്ലാം ഒത്തു വരുമ്പോൾ അതിന് ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഫ്യൂച്ചറിൽ ആ ഓപ്പർച്യൂണിറ്റി വരണം എന്നില്ല. അങ്ങനെ അല്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുക അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ക്ലയന്റ് വന്നു, ചിലപ്പോൾ ആ ക്ലയന്റ് നിങ്ങൾക്ക് ഓഫർ ചെയ്ത എമൗണ്ട് വലുതായിരിക്കാം, അപ്പോ നിങ്ങൾക്ക് അത്രയും എമൗണ്ട് നിങ്ങൾക്ക് ഇല്ല, അങ്ങനെ എന്തെങ്കിലും മണിയുടെ ഇഷ്യൂ എന്തെങ്കിലും കാരണം നിങ്ങൾ എനിക്ക് പറ്റി ലോജിക്കലി തിങ്ക് ചെയ്യാണ്, ലോജിക്കൽ മൈൻഡ് വെച്ച് തിങ്ക് ചെയ്യുമ്പോൾ അത് കണക്ട് ആവുന്നില്ല. അങ്ങനെ ആവുമ്പോൾ നടക്കില്ല. നിങ്ങൾ ഒരു കാര്യം ലോജിക്കലി തിങ്ക് ചെയ്യാതെ എന്താ പറയുക ഇമോഷണലി കണക്ട് ചെയ്യാൻ നോക്കുക. കാരണം ലോജിക്കലി തിങ്ക് ചെയ്താൽ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. മാനിഫെസ്റ്റേഷൻ അപ്പൊ ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയാം. ഓക്കെ, ഇപ്പം വിഷ്ണുവിന്റെ ഒരു എന്തെങ്കിലും ഒരു ഗോള് പറയോ? എന്തോ ആവാം. ഇപ്പം കരിയർ, മണി തന്നെ ആവണമെന്നില്ല, ഹെൽത്ത് ആവാം. ഇപ്പം ചിലവരെ ഗോൾ എന്ന് വെച്ചാൽ കൺസിസ്റ്റന്റ് ആയിട്ട് ജിമ്മിൽ പോവാന്നുള്ളതായിരിക്കാം. കൺസിസ്റ്റന്റ് ആയിട്ട് ജിമ്മിൽ പോവാ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡെയിലി അഫർമേഷൻ പറയണം. ഐ എം ഹെൽത്തി ആൻഡ് വൈബ്രന്റ്, അല്ലെ, ഐ ലവ് ഡൂയിങ് മൈ വർക്ക് ഔട്ട് എവറി ഡേ എന്നൊക്കെ പറയണം. എന്നിട്ട് രാവിലെ എഴുന്നേക്കാതെ ഉറങ്ങുകയാണെന്ന് വിചാരിക്കാം. പക്ഷെ നമുക്ക് അത് ടാൻജിബിൾ ഗോളാ. നമ്മൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ റിസൾട്ട് ഉള്ളൂ. അല്ലാതെ നമ്മള് ഐ എം ഹെൽത്തി എന്ന് പറഞ്ഞിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജങ്ക് ഫുഡ് കഴിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ എന്തിനും ഇത് ടാൻജിബിൾ ഗോൾ ആകുമ്പോൾ അതിന് റൈറ്റ് ആക്ഷൻ എടുക്കണം. ഇപ്പൊ മണി റിലേറ്റഡ് ആയിട്ടുള്ള ഗോൾ ആണെങ്കിലും നിങ്ങൾ മണി മാഗ്നറ്റ് ആണ് അല്ലെങ്കിൽ ബില്യനെയർ ആണെന്ന് പറഞ്ഞിട്ട് മണി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പേടിയോടെയാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ ബില്യനെയർ എന്ന് പറഞ്ഞ തോട്ടും നിങ്ങൾ മിഡിൽ ക്ലാസ് ആക്ഷൻ എടുക്കുന്നത്. തോട്ട് ബില്യനെയർ ആണ്, ഫീലിങ്സ് ചിലപ്പോൾ ബില്യനെയർ കൊടുക്കുന്നുണ്ടാവാം. മിഡിൽ ക്ലാസ് ആക്ഷൻ എടുത്ത മിസ് അലൈൻമെന്റ് ആണ്, മാനിഫെസ്റ്റേഷൻ നടക്കില്ല. ബില്യനെയർ ആണെന്ന് പറയുന്ന ഒരാള് ബില്യനെയറിനെ പോലെ നടക്കണം, ബില്യനെയറിനെ പോലെ ഫീൽ ചെയ്യണം, ആക്ട് ചെയ്യണം. ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് അന്റാർട്ടിക്കയിൽ 3 ദിവസം താമസിക്കണം, അതാണ് എന്റെ ഭയങ്കര ഒരു ആഗ്രഹം എന്ന് വിചാരിക്കുക. അപ്പോ ഇതിന് ഒരുപാട് പണം ആവശ്യമാണ്, സമയം ആവശ്യമാണ്,
പിന്നെ അതിനുള്ള പെർമിഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഇപ്പോഴത്തെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് അത് അത്ര അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നയിക്കുക. ഇതിൽ ഞാൻ എങ്ങനെ മാനിഫെസ്റ്റേഷൻ കൊണ്ട് മറികടക്കും? അതായത് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ടാസ്ക് ആണെന്നാണ് ഞാൻ ഇപ്പൊ പേഴ്സണലി വിചാരിക്കുന്നത്. അത് ലോജിക്കൽ മൈൻഡ് ആണ് അവിടെ വർക്ക് ആവുന്നത്. ഹൗ എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ ആണ് വിഷ്ണു ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നടക്കില്ല. അപ്പൊ വിഷ്ണു അത് ബിലീവ് ചെയ്തു നടക്കുന്നില്ല എന്ന്, അപ്പൊ അത് നടക്കില്ല. നിങ്ങളാണ് ക്വാണ്ടം ഒബ്സർവർ. ക്വാണ്ടം ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ട് ക്വാണ്ടം ഫിസിക്സിൽ ഒരു ടെക്നിക് ഉണ്ട്, അതായത് ഒരു സെഗ്മെന്റ് ഉണ്ട്. അത് ഒരുപാട് ആളുകൾ, അതിന്റെ കേസ് സ്റ്റഡി നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. നമ്മൾ പണ്ട് ഭഗവത്ഗീതയിലാണെങ്കിലും സാക്ഷി ഉണ്ടെങ്കിൽ ഒരു കാര്യം നടക്കുള്ളൂ എന്ന് പണ്ട് തൊട്ടേ പറയുന്നത്, സ്പിരിച്വലി അത് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളെ ലൈഫിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യാണ് കോൺഷ്യസ്നെസ് കൊടുത്തിട്ട്. കോൺഷ്യസ്നെസ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ഒബ്സർവ് ചെയ്യുന്നോ അത് റിയാലിറ്റിയിലോട്ട് വരും. ഒബ്സർവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തോട്ട്സ് കൊടുക്കുന്നു, ഫീലിങ്സ് കൊടുക്കുന്നു, ബിലീഫ് കൊടുക്കുന്നു, അത് ആക്ഷനിലോട്ട് വരുന്നു. ഇപ്പം അത് കൊടുക്കുന്നില്ല. വിഷ്ണു ചിന്തിക്കുന്നത് അത് നടക്കില്ല, ലോജിക്കലി അത് പോസിബിൾ അല്ല, ടെക്നിക്കലി പോസിബിൾ അല്ല എന്നാണ്. ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പം ആയുർവേദിക് കമ്പനി റൺ ചെയ്യുന്ന ആളാണ്. അപ്പം ദുബായിൽ എനിക്കത് ലോഞ്ച് ചെയ്യണം. കാരണം ദുബായിൽ ഒരു കമ്പനി 5 years ഒക്കെ കഴിഞ്ഞിട്ടാണ് ആളുകൾ ലോഞ്ച് ചെയ്യുന്നത്, നാട്ടിലൊന്ന് റൺ ചെയ്തിട്ട്. പക്ഷെ എനിക്ക് 2-3 years ആയിട്ടുള്ളൂ നാട്ടിൽ. അപ്പം ഞാനിങ്ങനെ ലോജിക്കലി തിങ്ക് ചെയ്യണം, 5 വർഷം കഴിയാതെ എനിക്കത് ദുബായിൽ ഒരിക്കലും പോസിബിളേ അല്ല. പക്ഷെ ഞാനത് ചിന്തിച്ചില്ല. ഹൗ എന്നുള്ള ഉത്തരം ഞാൻ ചോദിച്ചില്ല, ഇപ്പം ലോഞ്ച് ചെയ്തു. അതിനുള്ള ആളുകളും അതിനുള്ള സിറ്റുവേഷൻസും ഓപ്പർച്യൂണിറ്റിയും നമ്മളെ അടുത്തേക്ക് വന്നു. ഓക്കെ, ഫൈൻ.